ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് ടോക്ക് BSc. അപ്പൊ നമ്മൾ കുറെ നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു സീരീസ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണ്. 10th ലെവൽ പ്രിലിംസിന് മാത്രമല്ല 10th ലെവൽ മെയിൻസിനും മറ്റ് ലെവൽ എക്സാംസിനൊക്കെ ഈ ഒരു ക്ലാസ്സസ് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ നമ്മൾ 10th എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഇന്ത്യൻ ജോഗ്രഫി എന്ന ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് ആണ്. അതായത് ഇന്ത്യയുടെ ഓരോ ഭൂപ്രകൃതിയാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല, അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം, നമ്മുടെ ഹിമാലയാസിന്റെ ഭാഗം എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഏരിയ ആയിരിക്കും ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഓരോ ഫിസിക്കൽ ഡിവിഷൻസും എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏത് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല, ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 6 ആയിട്ടാണ് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗം, അതായത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് നമുക്ക് വളരെ വലിയ വലിയ ഹില്ലുകൾ കാണാൻ വേണ്ടി സാധിക്കും, അല്ലെ? മൗണ്ടൈൻ റേഞ്ചസ് കാണാൻ വേണ്ടി സാധിക്കും. ഈ മൗണ്ടൈൻ റേഞ്ചസ് ഏതാണെന്ന് നമുക്കറിയാലേ. ഇതാണ് നമ്മൾ ഹിമാലയാസ് എന്ന് വിളിക്കുന്ന നമ്മുടെ മൗണ്ടൈൻ റേഞ്ചസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തുള്ള ഈ മൗണ്ടൈൻ റേഞ്ചസിനെയൊക്കെ നമുക്ക് ഒറ്റക്കൂടി എന്തായിട്ട് വിളിക്കാം? നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു നമ്മുടെ പർവ്വതങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സിൽ നിന്നോ ആണ് നദി ഉത്ഭവിക്കുന്നത്, അല്ലെ? റിവേഴ്സ് ഉത്ഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. സോ ഈ ഉത്ഭവിക്കുന്ന നദികൾ ഈ ഹിമാലയാസിൽ നിന്ന്, ഈ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എന്ത് ചെയ്യും? താഴേക്ക് ഒഴുകി വരും, അല്ലെ? നമ്മുടെ ഇപ്പൊ ഗംഗാ നദി പോലുള്ള ഹിമാലയൻ റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ താഴേക്ക് ഒഴുകി വരികയും താഴേക്ക് ഒഴുകി വന്ന് ഈ മൗണ്ടൈനിൽ നിന്നും ഈ താഴെ ഭാഗത്തോട്ടേക്ക് എത്തുമ്പം ഇവരെന്ത് ചെയ്യും? ഇവർ കൊണ്ടുവന്ന ഈ എക്കൽ മണ്ണ്, ഓക്കെ, നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അവരുണ്ടാക്കുന്ന പ്ലെയിനുകളെയാണ്, ഈ നദികൾ ഉണ്ടാക്കുന്ന പ്ലെയിനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അഥവാ ഉത്തര മഹാസമതലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഉത്തര മഹാസമതലം, അതാണ് നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള ഫിസിക്കൽ ഡിവിഷൻ. ഓക്കെ, അപ്പം മുകളിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഫിസിക്കൽ ഡിവിഷൻ ആയിട്ട് നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം, ഉത്തര പർവ്വത മേഖല കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നദികൾ കൊണ്ടുവന്ന് എക്കൽ മണ്ണും മറ്റും നിക്ഷേപിച്ചുണ്ടാക്കുന്ന മേഖലയാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഉത്തര മഹാസമതലത്തിന്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഒരു ത്രികോണം ഇങ്ങനെ തിരിച്ചിട്ട രീതി, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒരു ഭൂപ്രകൃതി കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഭൂപ്രകൃതി കാണാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് പ്ലാറ്റ്യൂസ് എന്ന് വിളിക്കുന്നത്, അഥവാ പീഠഭൂമികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എന്താണ് ഒരു പീഠഭൂമിയും ഒരു പർവ്വതവും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഒരു പ്ലാറ്റ്യൂവും മൗണ്ടൈനും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു മൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എലവേറ്റഡ് ലാൻഡ് ഏരിയ ആണ്, അല്ലെ? ഉയർന്ന ലാൻഡ് ഏരിയ ആണ്. പക്ഷെ അതിന്റെ മുകൾ ഭാഗം എങ്ങനെയായിരിക്കും ഇരിക്കുക? ഇങ്ങനെ അതിന്റെ സമ്മിറ്റ് ഇങ്ങനെ കൂർത്തായിരിക്കും ഇരിക്കുക. ഇതാണ് ഒരു പർവ്വതം എന്ന് പറയുന്നത്. ഇനി ഒരു പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഒരു പീഠഭൂമി ആണെങ്കിൽ എങ്ങനെയിരിക്കുക? ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം, അതായത് ചുറ്റുമുള്ള ഏരിയാസിനെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ ഉയർന്നു കിടക്കുന്ന ലാൻഡ് ഏരിയ തന്നെയാണ്. പക്ഷെ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ടേബിള് പോലെ ഇങ്ങനെ പരന്നായിരിക്കും ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പീഠഭൂമികളാണ്. അതിനെയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, എന്താണ് ഉപദ്വീപ്? അല്ലെങ്കിൽ എന്താണ് ഉപദ്വീപിന്റെ ഇംഗ്ലീഷ് ആണ് പെനിൻസുല. എന്താണ് ഒരു ഉപദ്വീപ് അഥവാ പെനിൻസുല എന്ന് പറഞ്ഞാൽ? എന്താണ് പെനിൻസുല എന്ന് വെച്ചാൽ? അതായത്
ഒരു സൈഡ് ലാൻഡും 3 സൈഡ് വെള്ളവും. ഓക്കെ, 3 സൈഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ഏരിയനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല എന്ന് വിളിക്കാം. അപ്പൊ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കാം. ഇന്ത്യയുടെ കേസ് ഇങ്ങനെയാണല്ലേ ഇന്ത്യയുടെ ഭാഗം ഇരിക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ അറബിക്കടലുണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, താഴെ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടല്ലേ, ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട്. സോ ഇതാണ് ഇന്ത്യ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യന്റെ ഈ ഒരു ഭാഗത്ത് ലാൻഡും ഇന്ത്യയുടെ 3 സൈഡും വെള്ളമാണ് അല്ലെ. അപ്പൊ 3 സൈഡ്സ് വെള്ളവും ഒരു സൈഡ് ലാൻഡും ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പെനിൻസുല എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു ഉപദ്വീപ് എന്ന് വിളിക്കും. അപ്പൊ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ഉപദ്വീപാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പെനിൻസുലയാണ്. സോ നമുക്ക് ഈ ഒരു പ്ലാറ്റ്യൂ ഇരിക്കുന്ന ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്ത്യയുടെ 3 സൈഡും വെള്ളമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ വെള്ളത്തിനോട് അടുത്ത് കിടക്കുന്ന, സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളെ പൊതുവെ നമ്മൾ എന്ത് വിളിക്കും? തീരപ്രദേശം എന്ന് വിളിക്കും അല്ലെ. സോ നമുക്ക് നോക്കിക്കേ, ഇവിടെ അറബിക്കടലിന്റെ ഇവിടെ നമുക്ക് എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. സോ അത് മാത്രല്ല, ഇപ്പറ ബേ ഓഫ് ബംഗാൾ ആണ്, ബംഗാൾ ഉൾക്കടലാണ്, ഇവിടെയും നമുക്ക് എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? നമുക്ക് 2 തീരപ്രദേശങ്ങളാണുള്ളത് അല്ലെ. പടിഞ്ഞാറൻ തീരസമതലവും ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലം അല്ലെങ്കിൽ പൂർവ്വ തീരസമതലം. അപ്പൊ നമുക്ക് അടുത്ത ഭൂപ്രകൃതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ തീരസമതലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണല്ലേ. ഇനി കടലിന്റെ ഉള്ളിലൊക്കെ പല ലാൻഡ് ഫോംസിനെ നമ്മൾ കാണില്ലേ. ആ ലാൻഡ് ഫോംസിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുന്നത്? യെസ്, ഐലൻഡുകൾ അല്ലെ, അല്ലെങ്കിൽ ദ്വീപുകൾ. നമ്മുടെ അറബിക്കടലിലാണെങ്കിലും നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണെങ്കിലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ദ്വീപുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ? നമുക്ക് അറബിക്കടലില് ലക്ഷദ്വീപ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ നമുക്ക് എന്ത് കാണാം? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് കാണാം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് അടുത്ത ഭൂപ്രകൃതി എന്ന് പറയുന്നത്. എന്താണ്? ദ്വീപുകൾ. ഇനി നമുക്ക് നമ്മുടെ രാജസ്ഥാന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഇവിടെയാണ് നമ്മുടെ ധാർ മരുഭൂമി ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ട്? മരുഭൂമിയുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ച് പറഞ്ഞു നോക്കിക്കേ. ഏറ്റവും ടോപ്പിൽ ആരാ ഉള്ളത്? നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം, ഉത്തര പർവ്വത മേഖല. അതിന്റെ തൊട്ട് താഴെ ഹിമാലയൻ റിവേഴ്സ് വന്ന് ഒഴുകി ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് എന്താണ്? ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിന് തൊട്ട് താഴെ ഒരു ത്രികോണത്തിന്റെ ഷേപ്പിൽ കിടക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന നമുക്ക് 2 തീരസമതലങ്ങൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. ഇനി കടലിന്റെ ഉള്ളിൽ ദ്വീപുകളുണ്ട്. സോ നമുക്ക് 2 ദ്വീപുകളാണുള്ളത്. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? ധാർ മരുഭൂമിയുണ്ട്. ഇതാണ് നമ്മുടെ 6 എന്തെന്ന് പറയുന്നത്? 6 ഫിസിക്കൽ ഡിവിഷൻസ്, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ഭൂപ്രകൃതിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ ഓരോ ഭൂപ്രകൃതിയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം, നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഉത്തരപർവ്വത മേഖല എന്നും ഉത്തരപർവ്വത മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ ഉൾക്കൊള്ളുന്നതെന്ന് അറിയോ? ഹിമാലയ പർവ്വതങ്ങൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളുന്നുള്ളൂ? അല്ല, ഹിമാലയ പർവ്വതവും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ വടക്ക് കിഴക്കൻ കുന്നുകളും ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് എങ്ങനെയാ കിടക്കുന്നത്? നമ്മുടെ ഹിമാലയാസ് അല്ലെങ്കിൽ ഈ പർവ്വതങ്ങൾ എങ്ങനെയാ കിടക്കുന്നത്? ഇത് ഇങ്ങനെ സമാന്തരമായിട്ട് കിടക്കുന്ന പർവ്വതങ്ങളുടെ ഒരു നിരയാണല്ലേ നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പാരലായിട്ട് കിടക്കുകയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ ഹിമാലയാസിന് എന്തുണ്ട്? ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കും. അപ്പൊ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ എന്നൊക്കെ അല്ലെ. എന്താണ് ഈ മടക്ക് പർവ്വതങ്ങൾ? എങ്ങനെയാണ് മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാവുന്നത്? ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഔട്ട്ലൈൻ ആദ്യം പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഒരു പർവ്വതം എന്ന് നോക്കാം. അതായത് സീ ലെവലിൽ നിന്നും, സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ലാൻഡ് ഫോംസിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പർവ്വതങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എവിടുന്നാണ്? സീ ലെവലിൽ നിന്നും, ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകളിലോട്ടേക്കുള്ള ഭൂരൂപങ്ങളെയൊക്കെ നമ്മൾ പൊതുവെ എന്തെന്നാ വിളിക്കുന്നത്?
നമ്മള് പർവ്വതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതില് നമ്മുടെ ഹിമാലയാസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവ എന്താണ്? ഇവ മടക്ക് പർവ്വതങ്ങളാണ്. ഓക്കെ, മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ മടക്ക് പർവ്വതങ്ങളായിട്ടുള്ള ഹിമാലയാസ് എവിടെ നിന്ന് എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? നമ്മുടെ സിന്ധു നദി തൊട്ടിട്ട് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്ററോളം, ഓക്കെ പഠിച്ചു വെക്കണേ, 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളാണ് ഉത്തര പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ വിട്ട് എത്രയാണ്? 150 തൊട്ട് 400 മീറ്റർ വരെ. അപ്പൊ വീതിയാണെങ്കിൽ 150 തൊട്ട് 400 മീറ്റർ വരെയും, നീളമാണെങ്കിൽ 2400 വരെയും. ഇനി എങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഹിമാലയാസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ എന്താണ് ടെക്ടോണിക് പ്ലേറ്റുകൾ, ഫലകങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും ഭൂമിയുടെ ഇന്റീരിയർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഭൂമിയുടെ ഉള്ളറേനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പഠിച്ചിട്ടില്ലെങ്കിൽ പറയണം, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഭൂമിന്റെ ഉള്ളറ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും പുറമെ എന്തുണ്ട്? ക്രസ്റ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ ഭൂമി കുഴിച്ച് ഉള്ളിലോട്ടേക്ക് പോവാന്ന് വിചാരിക്കാം, ഭൂമിയുടെ താഴേക്ക് ഉള്ളിലോട്ട് നോക്കുവാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും പുറത്ത് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ക്രസ്റ്റ്, അല്ലെങ്കിൽ ക്രസ്റ്റിന്റെ മലയാളം വാക്ക് എന്താ? ഭൂവൽക്കത്തിലാണ്. ഈ ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ട് എന്താണുള്ളത്? ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലം ഉണ്ട്. ഈ ശിലാമണ്ഡലം എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ശിലാമണ്ഡലം വലിയ വലിയ റോക്ക് സ്ട്രക്ചേഴ്സും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വലിയ റോക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ വലിയ ഒരു കോണ്ടിനെന്റിന്റെ ഒക്കെ അത്രയും വലുപ്പമുള്ള വലിയ റോക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇവ. ഇവയെ നമ്മൾ ഫലകങ്ങൾ അഥവാ പ്ലേറ്റുകൾ എന്ന് വിളിക്കും. ഓരോ സെക്കൻഡിലും നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമില് നമ്മുടെ അടിയിൽ, അതായത് നമ്മുടെ ക്രസ്റ്റിന്റെ ഭൂവൽക്കത്തിന്റെ തൊട്ടടിയിൽ നമ്മുടെ ശിലാമണ്ഡലത്തില് ഈ പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്? പ്ലേറ്റുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ചലിക്കുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ പ്ലേറ്റുകൾ പല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. നോക്കിക്കേ, പല രീതിയിൽ ഇവർ മൂവ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇവർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ വന്നിട്ട് കൂട്ടിയിടിക്കും. ഓക്കെ, ചിലപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ വന്നിട്ട് കൂട്ടിയിടിക്കും. ചിലപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? അകന്നു പോകും. അപ്പൊ ഇവർ കൂട്ടിയിടിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, ഓക്കെ, ഇവിടുന്ന് ഒരു പ്ലേറ്റ് വരുന്നു, ഇവിടുന്ന് ഒരു പ്ലേറ്റ് വരുന്നു, ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇവിടെ വന്നിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സംയോജക സീമ എന്ന് വിളിക്കും. ഓക്കെ, ഇനി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അകന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? വിയോജക സീമ എന്ന് വിളിക്കും. ഇനി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ തെന്നി മാറിയിട്ട്, അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു പ്ലേറ്റിൽ തെന്നി മാറിയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഛേദക സീമ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ എന്ന് വിളിക്കും. അപ്പം എന്തൊക്കെയുള്ളത്? സംയോജക സീമ, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? കൺവേർജന്റ് ബൗണ്ടറീസ്. വിയോജക സീമ, ഡൈവേർജന്റ് ബൗണ്ടറീസ്. ഛേദക സീമ, ട്രാൻസ്ഫോം മാർജിൻ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഹിമാലയ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കാന്ന് വിചാരിക്കാം. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ എന്ത് ഫോം ചെയ്യും? മൗണ്ടെയിൻസ് ഫോം ചെയ്യും. നോക്കിക്കേ, ഒരു പ്ലേറ്റ് ഇങ്ങനെ വന്നിടിച്ചു. ഓക്കെ, ഒരു പ്ലേറ്റ് ഇവിടെയും ഒരു പ്ലേറ്റ് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത്, ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ഫോം ചെയ്യും? ഇവിടെ മൗണ്ടൈൻസ് ഫോം ചെയ്യും. മൗണ്ടൈൻസ് ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ടാവണ അവിടെ ഫോൾഡ് ചെയ്തിട്ട് മടങ്ങി, അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ മടങ്ങുമ്പോൾ അവിടെ ഒരു മൗണ്ടൈൻ ആയിട്ട് ക്രിയേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോൾഡ് മൗണ്ടൈൻസ്, അഥവാ നമ്മുടെ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുണ്ടായ ഒരു മടക്ക് പർവ്വതമാണ് എന്ത്? നമ്മുടെ ഹിമാലയാസ്. അപ്പൊ പ്ലേറ്റുകളായിരിക്കും ഈ മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് നോക്കിയാലോ നമുക്ക്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ്. ഓക്കെ, തൽക്കാലം ഞാൻ ഇന്ത്യൻ പ്ലേറ്റിന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് ഇന്ത്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളും? ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഇതിൽ ആക്ച്വലി ഈ ഒരു നമ്മൾ ഈ പ്ലേറ്റുകളെയൊക്കെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഇത് വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കുന്ന, അതായത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്ലേറ്റ് ടെക്ടോണിക് തിയറി ക്ലാസ് എടുത്തു തരാം. ഇപ്പൊ നമുക്കത് ഫുള്ള് പറഞ്ഞാൽ നമുക്ക് ഹിമാലയാസിന്റെ ടച്ച് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് മാത്രം പറയാം. ഇവിടെ ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ട്.
ഈ ഇന്ത്യൻ പ്ലേറ്റ് മുകളിൽ എന്തുണ്ട്? മുകളിൽ നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യാണ്? ഈ യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് വന്ന് കൂട്ടിമുട്ടുകയാണ്. മുകളിലെ താഴെ ഇന്ത്യൻ പ്ലേറ്റും മുകളിലോട്ട് ഇങ്ങനെ യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. അപ്പൊ അവിടെ ഏത് ബൗണ്ടറിയാ ക്രിയേറ്റ് ആയ? സംയോജക സീമകൾ. അപ്പൊ ഇങ്ങനെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത്, കൺവേർജൻസ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള മൗണ്ടെയിൻസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫോൾഡ് മൗണ്ടെയിൻസ് ആയിട്ടുള്ള ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് ഉണ്ടായതെന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ ഹിമാലയാസ് എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പ്ലേറ്റ് ടെക്ടോണിക്സ് വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത്രയും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. എങ്ങനെയാണ് ഹിമാലയാസ് ഉണ്ടായെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര തുടങ്ങിയ സ്റ്റേറ്റുകളിൽ കൂടിയൊക്കെ ആര് കടന്നു പോകുന്നുണ്ട്? ഈ സ്റ്റേറ്റുകളിൽ കൂടിയൊക്കെ നമ്മുടെ ഹിമാലയാസ് കടന്നു പോകുന്നുണ്ട്. ഹിമാലയാസ് കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്നുണ്ട്. ഉത്തര പർവ്വത മേഖല കടന്നു പോകുന്ന പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ജനസാന്ദ്രത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമ്മുടെ ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം മൊത്തം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഏരിയ ഏതാണ്? നമ്മുടെ ഹിമാലയാസ് ആണ്. ഹിമാലയാസ് കാണപ്പെടുന്ന ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള അതായത് ഉത്തര പർവ്വത മേഖലയിൽ പൊതുവെ കാണുന്ന മണ്ണിനം ഏതാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതാണ്? അതാണ് നമ്മുടെ പർവ്വത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, പർവ്വത മണ്ണ്. ഓക്കെ, പർവ്വത മണ്ണാണ്. ഉത്തര പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി അല്ലെ. അപ്പൊ ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി ഒക്കെ എന്താണ്? ഉത്തര പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇപ്പൊ ഹിമാലയാസുമായി ബന്ധപ്പെട്ട് ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? നമുക്ക് ഹിമാലയാസിനെ വീണ്ടും എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഉത്തര പർവ്വത മേഖലയെ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ അവിടുത്തെ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവയെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഒരു ഭാഗത്തിനെയാണ് ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കുന്നത്. ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു റൗണ്ട് ഭാഗം, അത്രയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ട്രാൻസ് ഹിമാലയാസിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു പിങ്ക് കളറിൽ ഞാൻ ഇപ്പൊ വരയ്ക്കുന്ന ഇരുന്നോളൂ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ട്രാൻസ് ഹിമാലയാസും കണ്ടല്ലോ. ഇനി നോക്കിക്കോളൂ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്ന, അതായത് ഹിമാലയാസിന്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയാസിനെ നമ്മൾ അതിന്റെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. 2 ഹിമാലയം, 3 കിഴക്കൻ കുന്നുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറയുന്നത്. ഇനി കിഴക്കൻ കുന്നുകളെ നമുക്ക് അതിൽ വരുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ആണ് എന്ത്? പത്കായി ബൂം, നാഗാ ഹിൽസ്, ഗാസി, ഗാരോ, ജയന്ത്യ ഹിൽസ്, മീസോ ഹിൽസ് എന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും പഠിക്കാം. ആദ്യം നമ്മൾ ട്രാൻസ് ഹിമാലയ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? നമ്മൾ വരച്ചിരുന്നല്ലോ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം അല്ലെ, ഹിമാലയാസിന്റെ ഈ ഒരു ഭാഗം. അപ്പൊ ഇവിടെയാണ് നമ്മൾ അതിനെ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻസിന്റെ ഏറ്റവും വടക്കിൽ കാണുന്ന ക്ലാസിഫിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും വടക്കിൽ കാണുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയമാണ്. ഈ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ടിബറ്റൻ ഹിമാലയാസ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ടിബറ്റൻ ഹിമാലയാസ്. ഇതിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ് കേട്ടോ. 3000 മീറ്റർ നീളവും അതുപോലെ തന്നെ 40 കിലോമീറ്റർ തൊട്ടിട്ട് 40 കിലോമീറ്റർ വീതിയും എന്തിനുണ്ട്?
സോറി പറഞ്ഞപ്പോ മാറിപ്പോയി, 3000 മീറ്റർ ഉയരം, കിലോമീറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ, സോറി മാറിപ്പോയതാണ്. 3000 മീറ്റർ ഉയരവും 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഓക്കെ, അപ്പം ഉയരം എത്രയാണ്? അതിന്റെ ആവറേജ് ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. നീളം എന്ന് പറയുന്നത് 965 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസ്. ഇവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാമീർ പർവ്വതക്കെട്ടുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഈ ഒരു മൗണ്ടൻ റേഞ്ചസ് ആണെന്ന് പഠിച്ചു വെക്കുക. എന്താണ് ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് ഇപ്പൊ ട്രാൻസ് ഹിമാലയ എന്ന് വിചാരിക്കുക. ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 3 മൗണ്ടൻ റേഞ്ചസ് ആണ് വരുന്നത്. 3 മൗണ്ടൻ റേഞ്ചസ് കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ആ 3 മൗണ്ടൻ റേഞ്ചസ് ആണ്. ഒന്ന് കാരക്കോറം, അതിന്റെ താഴെ ലഡാക്ക്, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവര് 3 പേരും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ 3 മൗണ്ടൻ റേഞ്ചസ് ചേരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ട്രാൻസ് ഹിമാലയ എന്ന് വിളിക്കും. നിങ്ങൾ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2 ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്ന കാരക്കോറത്തിലാണ്. അതായത് ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും വടക്കുള്ളതാണ് ഏതെന്ന് പറയുന്നത്, കാരക്കോർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതിപ്പം ട്രാൻസ് ഹിമാലയ ആണെങ്കിൽ ഇതിന്റെ ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് കാരക്കോർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരക്കോറത്തിലാണ് എന്തുള്ളത്, മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ട്രാൻസ് ഹിമാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഓൾസോ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ടിബറ്റൻ ഹിമാലയാസ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ടിബറ്റൻ പ്ലാറ്റ്യൂവിന്റെ, ടിബറ്റൻ പീഠഭൂമിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രാൻസ് ഹിമാലയത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാരക്കോറം കാണാൻ വേണ്ടി സാധിക്കും. ഈ കാരക്കോറം കണ്ടത്, ഇതാണ് കാരക്കോറം, ഇതാണ് കാരക്കോറം. ഓക്കെ, ഈ കാരക്കോറം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സംസ്കൃത കൃതികളിൽ കൃഷ്ണഗിരി എന്ന് പരാമർശിച്ചിരുന്നത്. ഓക്കെ, കൃഷ്ണഗിരി എന്ന് വിളിച്ചിരുന്നത് കാരക്കോറത്തിനെയാണ് കേട്ടോ, കാരക്കോറത്തിനെയാണ്. ഇന്ദിരാകോൾ ഉണ്ടല്ലോ. എന്താണ് ഇന്ദിരാകോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ദിരാകോൾ എന്താ, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ഇന്ദിരാകോൾ എന്ന് വിളിക്കുന്നത്. ഈ ഇന്ദിരാകോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. ഓക്കെ, കാരക്കോറത്തിലാണ് ഇന്ദിരാകോൾ ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ബാൽത്തോറ ഗ്ലേഷ്യേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ ബാൽത്തോറ ഗ്ലേഷ്യേഴ്സ് ഉള്ളതും എവിടെ തന്നെയാണ്, കാരക്കോറത്തിൽ തന്നെയാണ്. കാരക്കോറത്തിന്റെ താഴെ, അതായത് നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് എന്ന് പറയുന്നത് കാരക്കോറത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടുള്ളതാണ് പിർപ്പാഞ്ചൽ എന്ന് പറയുന്നത്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി കാരക്കോറം മൗണ്ടൻ റേഞ്ചസിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലേഷ്യർ ഏതാണ്? അത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഇതിലെ ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് K2 ആണ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ കാരക്കോറം പഠിച്ചല്ലേ, കാരക്കോറം പഠിച്ചു. ഇനി കാരക്കോറത്തിന്റെ തൊട്ട് താഴെയാണ് ആരുള്ളത്, കാരക്കോറത്തിന്റെ തൊട്ട് താഴെയാണ് ലഡാക്ക് ഉള്ളത്. ലഡാക്ക് ആണ് ലിറ്റിൽ ടിബറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ശീത മരുഭൂമി, ലാൻഡ് ഓഫ് പാസസ് അഥവാ ചുരങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്, എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്ക് ആണ് കേട്ടോ, ലഡാക്ക് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാലും എന്താണ്, അതും ലഡാക്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശമാണ് ദ്രാസ് എന്ന് പറയുന്നത്. ഈ ദ്രാസ് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്, ലഡാക്കിൽ തന്നെയാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നതും ദ്രാസ് ആണ് കേട്ടോ, ദ്രാസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ മൗണ്ട് K2വിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. മൗണ്ട് K2 എന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് K2. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ, അത് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ഉയരം കൂടിയത് മൗണ്ട് എവറസ്റ്റ്. രണ്ടാമത്തെ ഉയരം കൂടിയത് ഏതാണ്, അത് മൗണ്ട് K2. മൗണ്ട് K2വിനെ വിളിക്കുന്ന വേറെ പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് മൗണ്ടൻ റേഞ്ചസിലാണ്, കാരക്കോറത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണോ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. ഓക്കെ, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഒപ്പം സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇതിന്റെ നീളം എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ് കേട്ടോ. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം കാരക്കോറം, ലഡാക്കിന് തൊട്ട് താഴെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, സസ്കർ. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇവർ 3 പേരും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. നമുക്ക്
നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ഹിമാലയം എന്ന് പറയുന്നത് അല്ലെ. ഏതാ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഹിമാലയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഹിമാലയം എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ട്രാൻസിനും ഇവിടെ എന്തുണ്ട്? കിഴക്കൻ മലനിരകളുണ്ട്. ഓക്കെ, ട്രാൻസിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ് ഹിമാലയാസിനും ഈസ്റ്റേൺ ഹിൽസിനും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഇതെന്തെന്ന് അറിയപ്പെടുന്നത്? വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വത നിരയാണ്. യങ്ങസ്റ്റ് ഫോൾഡ്, ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇത് എവിടം തൊട്ട് എവിടം വരെയാ വ്യാപിച്ചു കിടക്കുന്നത്? നമ്മുടെ വെസ്റ്റ് സൈഡിലാണെങ്കിൽ സിന്ധു ഇൻഡസ് റിവർ തൊട്ടിട്ട് ഈസ്റ്റ് സൈഡിൽ ബ്രഹ്മപുത്ര നദി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയാസ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നിരവധി കൊടുമുടികൾ ഇതിലുണ്ട്, അത് നമുക്ക് അറിയുന്നതാണല്ലേ. ഓക്കെ, ഇനി ഈ ഹിമാലയാസ് ഉണ്ടല്ലോ, ഈ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇങ്ങനെ കിഴക്കൻ സൈഡിലേക്ക് പോകും തോറും, കിഴക്കോട്ട് പോകും തോറും ഇതിന്റെ ഹൈറ്റ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നു. ഉയരം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു എന്ന് പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ, കിഴക്കൻ സൈഡിലോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു ഹിമാലയാസിന്റെ ഉയരം എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്? കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ ചോദിക്കാണ്, ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹിമാലയാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെയാണ് ടിബറ്റൻ പീഠഭൂമി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഗംഗാ സമതലം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഗംഗാ സമതലം. അപ്പം ഇതിന് രണ്ടിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ, എന്ത് തരം റോക്കുകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്? അവസാദ ശിലകൾ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് അതിർത്തി പങ്കിടുന്നുണ്ട്. 11 സ്റ്റേറ്റുകളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. 11 സ്റ്റേറ്റുകളിലായിട്ടാണ്. ഇനി മ്യാൻമറിൽ, അതായത് ഈ ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം മ്യാൻമറിൽ അറിയപ്പെടുന്ന പേരാണ് അറക്കൻ യോമ. ഓക്കെ, അറക്കൻ യോമ എന്ന് പറയുന്നത് മ്യാൻമറിൽ ഹിമാലയത്തിന്റെ ഈസ്റ്റേൺ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു കിഴക്കൻ ഭാഗത്തോട്ടേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹിൽസിന്റെ ഉയരം കുറഞ്ഞു വരുന്നെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ഹിമാലയാസിന്, അതായത് നമ്മൾ നേരത്തെ ട്രാൻസ് ഹിമാലയാസിന് 3 മൗണ്ടൻ റേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ഹിമാലയ പർവ്വതങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് എന്ത് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള ഹിമാദ്രി, അതിന്റെ താഴെ ഹിമാചൽ, അതിന്റെ താഴെ ശിവാലിക്. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞ് ഈ ഹിമാലയങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ആളാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയത്തിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രി. അപ്പൊ ഹിമാദ്രിയുടെ പ്രത്യേകത എന്താ? ഇത് ഉയരം കൂടിയ പർവ്വതനിരയാണ്. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഗംഗ, യമുന തുടങ്ങിയ നദികൾ ഇവിടെയാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഒരുപാട് കൊടുമുടികൾ കാണാൻ വേണ്ടി സാധിക്കും. കാഞ്ചൻജംഗ, നന്ദാദേവി പോലുള്ള കൊടുമുടികൾ കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, എപ്പോഴും വരാറുണ്ട്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആരാണ്? അതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ നട്ടെല്ല്. ഈ ഹിമാദ്രിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഇന്നർ ഹിമാലയം, അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ ഹിമാദ്രിയാണ് കേട്ടോ. ഈ ഹിമാദ്രിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇതില് സോഷ്യൽ സയൻസിൽ പറയുന്നത്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതിന്റെ ഏകദേശം ഉയരം പറയുന്നത് 6100 മീറ്റർ ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏകദേശ വീതി പറയുന്നത് 25 കിലോമീറ്റർ ആണ്. അപ്പൊ ഒന്ന് നോക്കി വെച്ചോളാം, ഹിമാദ്രിയുടെ നീളവും ഹിമാദ്രിയുടെ ഉയരവും വീതിയും. ഓക്കെ, ഇനി ഹിമാദ്രിയുടെ സർഫേസ് ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൗണ്ട് എവറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? എന്താണ് മൗണ്ട് എവറസ്റ്റ്? ലോകത്തിലെ ഏറ്റവും
ഉയരം കൂടിയ കൊടുമുടി അല്ലെ, ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ് മൗണ്ട് എവറസ്റ്റ്. ഈ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണോ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലല്ല, ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യം ഏതാണ്? നേപ്പാൾ. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി എന്ന് പറയുന്നത്. നന്ദാദേവി. ഈ നന്ദാദേവിയും എവിടെയാ ഉള്ളത്? നന്ദാദേവിയും ഹിമാദ്രിയിലാണുള്ളത് കേട്ടോ. ഇനി നങ്ക പർവ്വതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നങ്ക പർവ്വതം അതും ഹിമാദ്രിയിലാണുള്ളത്. നങ്ക പർവ്വതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദയാമീർ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? പീക്കുകളാണ് കേട്ടോ, മൗണ്ടൈൻ പീക്കുകളാണ്. നമുക്കിവിടെ എന്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കും? കാഞ്ചൻജംഗ, അന്നപൂർണ, നങ്ക പർവ്വത്, ഈ പർവ്വതനിരകളൊക്കെ എവിടെയുണ്ട്? ഈ പർവ്വതനിരകളെല്ലാം ഹിമാദ്രിയിലാണുള്ളതെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നേരത്തെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണം കേട്ടോ, ഏതാണെന്നുള്ളത്. കാഞ്ചൻജംഗയാണോ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മൗണ്ട് എവറസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റുകൾ പഠിച്ചു വെക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഉയരം നോക്കുക, 8848.86 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഓക്കെ, അപ്പൊ നേപ്പാളില് മൗണ്ട് എവറസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സാഗർ മാത. പഠിച്ചു വെക്കണേ, സാഗർ മാത എന്നാണ് നേപ്പാളില് മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, സാഗർ മാത. സാഗർ മാത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ എന്നാണ് കേട്ടോ, ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ എന്നാണ്. ഇനി ടിബറ്റില് മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്താണ്? ചോമോലുങ്മ എന്നാണ് കേട്ടോ, ചോമോലുങ്മ എന്നാണ് ടിബറ്റില് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സാഗർ മാത നാഷണൽ പാർക്ക് ആണ്. സാഗർ മാത നാഷണൽ പാർക്കാണ്. അപ്പം ഇത് ഈ നമ്മുടെ ഈ ഒരു മൗണ്ട് എവറസ്റ്റ് ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് പീക്ക് 15 എന്നായിരുന്നു കേട്ടോ, പീക്ക് 15 എന്നായിരുന്നു. പിന്നീട് 1865 ഇത് റീനെയിം ചെയ്യുന്നത്. അപ്പൊ പീക്ക് 15 എന്നായിരുന്നു ആദ്യത്തെ പേര്. 1865 ഇത് റീനെയിം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആരുടെ പേരാണ്, ആരുടെ സ്മരണാർത്ഥമാണ് പീക്ക് 15 മൗണ്ട് എവറസ്റ്റ് എന്നുള്ള പേരാക്കിയത്? ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് കേട്ടോ, ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ്. അപ്പൊ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരൊക്കെയാ? എഡ്മണ്ട് ഹിലരിയും അതുപോലെ തന്നെ ടെൻസിംഗ് നോർഗയും ആണ് കേട്ടോ. ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും ആണെന്നും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ഡേ എന്ന് പറയുന്നത് 1953 മെയ് 29 ആണ്. അതുകൊണ്ട് തന്നെ മെയ് 29 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? എവറസ്റ്റ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എവറസ്റ്റ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്ക് കാഞ്ചൻജംഗയെ പറ്റി പഠിക്കാം. കാഞ്ചൻജംഗ ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത്? കാഞ്ചൻജംഗ. അപ്പോൾ രണ്ടാമത്തെ കൊടുമുടി ഏതാ? ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് എവറസ്റ്റ്. രണ്ടാമത്തേത് ഏതാണ്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. മൂന്നാമത്തേത് ഏതാണ്? കാഞ്ചൻജംഗ. ഇതാണ് എന്തെന്ന് പറയുന്നത്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി. കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. അത് മാത്രമല്ല തർക്കരഹിത ഇന്ത്യയിലെ, അതായത് ഡിസ്പ്യൂട്ട്സോ കാര്യങ്ങളോ ഇല്ലാണ്ട് കിടക്കുന്ന ഇന്ത്യൻ ഭാഗത്താണ് കാഞ്ചൻജംഗ ഉള്ളതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ കാഞ്ചൻജംഗ ഏത് സ്റ്റേറ്റിലാണുള്ളത്? സിക്കിമിലാണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹിമാദ്രി പഠിച്ചു. ആദ്യത്തെ ഹിമാലയത്തിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഹിമാദ്രി പഠിച്ചു. ഇനി ഹിമാദ്രിയുടെ താഴെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഹിമാചൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത്, ഹിമാദ്രിയുടെ തൊട്ട് താഴെയായിട്ട് ഹിമാചൽ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, ഡാർജിലിംഗ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ് കേട്ടോ. അപ്പൊ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഷിംല, ഡാർജിലിംഗ് പോലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയാസ് ആണ് ഹിമാചൽ. ഓക്കെ, ലെസ്സർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത് ശിവാലിക്കിന് വടക്കായി, ശിവാലിക് എന്ന് വെച്ചാൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് വെച്ചാൽ അടുത്ത ഡിവിഷൻ ആണ് കേട്ടോ. അപ്പൊ ശിവാലിക്കിന് മുകളിലായിട്ട്, ശിവാലിക്കിന്റെ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 60 തൊട്ട് 80 കിലോമീറ്റർ വരെയാണ് കേട്ടോ.
അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഷിംല, കുളു മണാലി, ഡാർജിലിംഗ്, മസൂറി, നൈനിതാൾ ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ്. അപ്പം പ്രധാനപ്പെട്ട എല്ലാ സുഖവാസ കേന്ദ്രങ്ങളും നമുക്ക് ഇവിടെ കാണാം, ഹിമാചലിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തത് ഈ കുളു മണാലിയിൽ കൂടി ഒഴുകുന്ന നദി. കുളു മണാലി എന്താണ്? സുഖവാസ കേന്ദ്രമാണ്, ഹിമാചലിലുള്ളത് നമ്മൾ പഠിച്ചു. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ബിയാസ് എന്ന് പറയുന്നത് കേട്ടോ, ബിയാസ്. ഇനി മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഒരു താഴ്വരയാണ് ഇതെന്ന് പറയുന്നത് മണാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് പിർപാഞ്ചൽ, ദൗലധാർ, മഹാഭാരത് പർവ്വതങ്ങളൊക്കെ എന്താണ്? ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പൈൻ ട്രീ, ഓക്ക്, ദേവദാരു, അല്ലെ? പൈൻ, ഓക്ക്, ദേവദാരു ഒക്കെ എന്താണ്? ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മരങ്ങളാണ് കേട്ടോ. ഇനി ഹിമാചലിന്റെ പ്രാദേശിക പേരുകൾ നോക്കാം. ദൗലധാർ, ദൗലധാർ എന്നാണ് ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. നാഗ് തിബ എന്നാണ് ഉത്തരാഖണ്ഡിൽ അറിയപ്പെടുന്നത്. അപ്പൊ നാഗ് തിബ എന്ന് ഉത്തരാഖണ്ഡിലും ദൗലധാർ എന്ന് ഹിമാചലിലും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഹിമാചലിലെ പ്രധാനപ്പെട്ട താഴ്വരകൾ നിങ്ങൾ പഠിക്കണം. കാംഗ്ര വാലി. ഓക്കെ, കാംഗ്ര വാലിയും കുളു വാലിയുമാണ് കേട്ടോ. കാംഗ്ര വാലിയും കുളു വാലിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട താഴ്വരകളാണ്, വാലീസ് ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, അത് രണ്ടും പഠിച്ചു വെക്കുക. ഇനി സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു കാശ്മീർ വാലിയാണ് സഞ്ചാരികളുടെ സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ കുറെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഹിൽ സ്റ്റേഷൻസുകളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മസൂറി ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലെ? മസൂറി ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി ആണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണ് ആര്? നമ്മുടെ സ്വന്തം കൊടൈക്കനാൽ. ഓക്കെ, കൊടൈക്കനാൽ എന്താണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇപ്പം നമ്മൾ ഹിമാദ്രി പഠിച്ചു, ഹിമാദ്രിക്ക് തൊട്ട് താഴെ കിടക്കുന്ന ഹിമാചലിനെ പഠിച്ചു. ഹിമാചലിന് തൊട്ട് താഴെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ശിവാലിക്. ഇവരൊക്കെ എന്താണ്? ഇവരെല്ലാം ഹിമാചലിന്റെ ഡിവിഷൻസ്, ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ് അല്ലെ? ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ് ഇവർ മൂന്നുപേരും. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് വൺ ശിവാലിക് പഠിക്കാം. ശിവാലിക് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചലിലെ സദേൺ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1220 മീറ്റർ ആണ്. ഓക്കെ, 1220 മീറ്റർ ആണ് ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റു മൗണ്ടൻ റേഞ്ചസ് ഒക്കെ പഠിക്കുമ്പോൾ അവരിപ്പോ ഹിമാദ്രിയുടെ കേസിലൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ്. പക്ഷെ ഇവിടെ ശിവാലിക്കിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് കിടക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൗണ്ടൻ റേഞ്ചസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ തുടർച്ച നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ശിവാലിക്കിന്റെ ഭാഗത്ത് നമുക്ക് വലിയ അത്യാവശ്യം നീളമേറിയിട്ടുള്ള, അതായത് ഇത്തിരി വീതിയും നീളമൊക്കെയുള്ള താഴ്വരകൾ, വാലീസ് കാണാൻ വേണ്ടി സാധിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് എന്ന് നമ്മൾ വിളിക്കും. ഈ ഇത്തരത്തിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസിനെയാണ് ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡൂണുകൾ. അപ്പം നീളം കൂടിയിട്ടുള്ള വാലീസിനെയാണ് നമ്മൾ ഇവിടെ കാണുന്ന നീളം കൂടിയിട്ടുള്ള വാലീസ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡൂണുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഡെറാഡൂൺ ആണ് ഡൂൺസിലെ ഏറ്റവും വലിയ ഡൂൺസ് ഇന്ത്യയിൽ വരുന്നത്, ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പം അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഹിമാലയൻ റേഞ്ചസിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് വരുന്ന ഉയരം കുറഞ്ഞ, ഇവരെന്താണ്? ശിവാലിക് എന്ന് പറഞ്ഞ ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ്. അപ്പൊ ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് ഇതെന്ന് പറയുന്നത് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക്കിനെ തന്നെയാണ് ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. എന്തിനെ തന്നെയാണ്? ശിവാലിക്കിനെ തന്നെയാണ് കേട്ടോ. ശിവന്റെ മുടി എന്നർത്ഥം വരുന്ന, ശിവന്റെ തിരുമുടി എന്നാണ് ശിവാലിക് എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ കാണാൻ വേണ്ടി ഉണ്ടാവുന്നത്. കൂടുതൽ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക്കിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയുണ്ട്, അതാണ് ടെറൈസ് കൾട്ടിവേഷൻ. ടെറൈസ് കൾട്ടിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലുമൊക്കെ മൗണ്ടൈൻ സ്ലോപ്പുകളിൽ ഇങ്ങനെ തട്ടായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വയനാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, വയനാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തേയില കൃഷി കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. ഇങ്ങനെ തട്ടായിട്ട് തേയില കൃഷി കാണാൻ വേണ്ടി സാധിക്കില്ലേ? അപ്പൊ അത്തരത്തിൽ നടത്തുന്ന കൾട്ടിവേഷൻ, അതായത് ഒരു മൗണ്ടൈൻ സ്ലോപ്പിൽ ഇങ്ങനെ തട്ടായിട്ട് നടത്തുന്ന കൃഷി രീതികളെയാണ് ടെറൈസ് കൾട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ
ഗംഗാ സമതലം, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ടല്ലേ, ഈ സമതലത്തിന് സമാന്തരമായിട്ട്, അതായത് ഇവിടെയാണ് ഗംഗാ പ്ലെയിൻസ് എങ്കിൽ ഈ പ്ലെയിൻസിന് സമാന്തരമായിട്ട് കിടക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഇതെന്ന് പറയുന്നത് ശിവാലിക് എന്ന് പറയുന്നത് കേട്ടോ. ശിവാലിക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള താഴ്വരകൾ ഏതായിരുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് ഏതായിരുന്നു, അത് ഡൂണുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ശിവാലിക്കിൽ കാണുന്ന പ്രധാനപ്പെട്ട ഡൂണുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ. ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പാട്ട്ലി ഡൂൺ ഒക്കെ എന്താണ് ശിവാലിക്കിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഡൂണുകളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൃഷി ഏതൊക്കെയാണ്. ഉരുളക്കിഴങ്ങുണ്ട്, ബാർലി ഉണ്ട്, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയിലൊക്കെ എന്താണ് ഈ ഒരു ശിവാലിക്കിലെ പ്രധാനപ്പെട്ട കൃഷികളാണ്. അതും കൂടി പഠിച്ചു വെക്കണേ, അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഹിമാചൽ, അതായത് ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ് ഹിമാദ്രി, ശിവാലിക്, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു, ഇവിടെ നമ്മൾ ട്രാൻസ് ഹിമാലയാസ് പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്, നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ് ഉണ്ട്. ഈസ്റ്റേൺ ഹിൽസിനെയാണ് പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ സീ ലെവലിൽ നിന്നും ഏകദേശം 500 മീറ്റർ തൊട്ടിട്ട് 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് നമ്മുടെ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവാഞ്ചൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഈസ്റ്റേൺ ഹിൽസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്, പട്കായി മലനിരകൾ എന്നറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയെ മ്യാൻമറുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഇതെന്ന് പറയുന്നത് പട്കായി പർവ്വതനിരകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൂർവാഞ്ചലിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് ഗാസി, ഗാരോ, ജയന്തിയ, ലുഷായ്, പട്കായി ബൂം, നാഗ ഹിൽസ്, മീസോ ഹിൽസ് ഒക്കെ എന്താണ് പൂർവാഞ്ചലിലെ പ്രധാനപ്പെട്ട ഹിൽസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഈ ഗാസി, ഗാരോ, ജയന്തിയ ഹിൽസ് ഒക്കെ വരുന്നത് ഏത് സ്റ്റേറ്റിലാണ്, മേഘാലയയിലാണ് കേട്ടോ, മേഘാലയയിലാണ്. ലുഷായ് എവിടെയാ വരുന്നത്, ലുഷായ് മിസോറാമിലാണ് വരുന്നത് കേട്ടോ, മിസോറാമിലാണ് വരുന്നത്. നാഗ ആൻഡ് പട്കായി ബൂം വരുന്നത് എവിടെയാണ്, അത് നാഗാലാൻഡിലാണ്. നാഗ ആൻഡ് പട്കായി ബൂം വരുന്നത് നാഗാലാൻഡിലാണ്. ഇനി നാഗ ഹിൽസ് ഉണ്ടല്ലോ, നാഗ ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി എന്ന് പറയുന്നത്, സരാമതി കൊടുമുടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൗസിംറോം അറിയാലോ, അതെന്താണ്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിമം അല്ലെ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഗാസിയിലാണ് കേട്ടോ, ഗാസിയിലാണ്. ഓക്കെ, മൗസിൻറം സ്ഥിതി ചെയ്യുന്നത് ഗാസിയിലാണ്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഏതാണ്, അത് ചിറാപുഞ്ചിയാണ്. സൊഹറയിലെ ചിറാപുഞ്ചിയാണ് കേട്ടോ, ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, കിഴക്കൻ മലനിരകളിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഹിമാലയാസിന്റെ ഒരു ഡിവിഷൻ ആണ് പഠിച്ചത്. ഇനിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹിമാലയാസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഹിമാലയാസിന്റെ അടുത്ത ഡിവിഷൻ ആണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് റീജിയണൽ ബേസിസിൽ നമ്മൾക്ക് ഈ ഒരു പ്രാദേശിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും ഹിമാലയാസിനെ കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയാസ്. ഓക്കെ, ഒന്ന് കാശ്മീർ ഹിമാലയാസ്, രണ്ട് ഹിമാചൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, ഡാർജിലിംഗ് സിക്കിം ഹിമാലയാസ്, അരുണാചൽ ഹിമാലയാസ്, അതുപോലെ തന്നെ കിഴക്കൻ ഹിൽസ്. ഇങ്ങനെ എന്ത് ചെയ്യാം, പ്രാദേശിക അടിസ്ഥാന ബേസിസിൽ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് ഹിമാലയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തത് കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, അതായത് ഈ പടിഞ്ഞാറൻ ഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് കാശ്മീർ ഹിമാലയാസ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു കാശ്മീർ, ലഡാക്ക് ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് കാണാം, നമുക്ക് മഞ്ഞു മൂടിയ താഴ്വരകളും മലനിരകളും ഒക്കെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമുക്ക് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പിർപ്പാഞ്ചലൊക്കെ കാണുന്നത് എവിടെയാണ്, കാശ്മീർ ഹിമാലയത്തിലാണ്. അതായത് ആദ്യം നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതാണ് കോമൺലി നമ്മൾ ഹിമാലയാസിന്റെ ജനറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം ആൻഡ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്താണ്, പ്രാദേശിക അടിസ്ഥാനത്തിൽ റീജിയണൽ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. അതിലൊന്നാണ് കാശ്മീർ ഹിമാലയാസ്. ഓക്കെ, ഇനി ഇവിടെയാണ് ഈ കാശ്മീർ ഹിമാലയസിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾത്തോറോ പോലുള്ള ഗ്ലേഷ്യേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിന്ധു നദികളും അതിന്റെ പോഷക നദികളായിട്ടുള്ള ജലം, രവി, ജനാബ്, ബിയാസ് ഒക്കെ, ജലം, രവി, ജനാബ് ഒക്കെ എവിടെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഒരുപാട് മൗണ്ടൻ റേഞ്ചസ്, മൗണ്ടൻ പാസസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ പ്രധാന പാസ്സാണ് ബനിഹാൽ പാസ്. ബനിഹാൽ പാസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ കാണാൻ വേണ്ടി സാധിക്കും.
ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ദാൽ തടാകം എന്ന് പറയുന്നത്. ദാൽ തടാകം ഒരു ശുദ്ധജല തടാകമാണ്. അത് കാശ്മീർ ഹിമാലയത്തിലാണ് നിങ്ങൾക്ക് ഈ ശുദ്ധജല തടാകമായിട്ടുള്ള ദാൽ തടാകം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ് കേട്ടോ. ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ കാശ്മീർ ടൂറിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഈ ഒരു ദാൽ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു ടേം പഠിച്ചു വെക്കുക, ഗുൽമർഗ്. ഗുൽമർഗുകൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഗുൽമർഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡ് ആണ് കേട്ടോ. ഗ്രാസ് ലാൻഡ് ആണ്. അതായത് ഈ നമ്മുടെ ഈ കാശ്മീർ ഹിമാലയാസിന്റെ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മർഗുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഇത് ഇവിടെ കണ്ടോ, വേനൽക്കാലത്ത് ഇങ്ങനെ കാണാം. മഞ്ഞുകാലമാകുമ്പോൾ ഇത് ഫുള്ളി മൂടിക്കിടക്കും. ഓക്കെ, ഈ മൂടിക്കിടക്കും. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇവയെ സോൺമർഗ്, ഗുൽമർഗുകൾ എന്നൊക്കെ ഇവയെ വിളിക്കാറുണ്ട് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഡിവിഷൻ. ഇനി രണ്ടാമത്തെ നമുക്ക് റീജിയണൽ ബേസിസിൽ പറയാൻ പറ്റുന്നതാണ് ഹിമാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടുന്ന ഭാഗമാണ് ഹിമാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന പ്രധാന നദികൾ ഏതൊക്കെയാ? ചെനാബ്, രവി, ബിയാസ് ആണ് കേട്ടോ. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ് ദൗലധാർ, പിർപ്പാഞ്ചൽ തുടങ്ങിയവയാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ശുദ്ധജല തടാകങ്ങൾ കാണാം. നേരത്തെ നമ്മൾ ദാൽ തടാകം പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ശുദ്ധജല തടാകമാണ് ചന്ദ്രതാൽ. അതുപോലെ തന്നെ സൂരജ് താൽ ഒക്കെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പാസ് ആണ് ബാരാലച്ചല പാസ്. ഓക്കെ, ബാരാലച്ചല പാസ്. ഈ ബാരാലച്ചല പാസ് ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ലാഹുൽ, സ്പിതി വാലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഏതാണ്? ബാരാലച്ചല പാസ് ബന്ധിപ്പിക്കുന്നത് ആരൊക്കെ തമ്മിലാ? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ടാണ്. ഓക്കെ, ബാരാലച്ചല പാസ് ആരെയൊക്കെ തമ്മിൽ? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് കുളു വാലിനെ, അതായത് ലാഹുലിനെ സ്പിതി വാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ്സാണ് ഏതെന്ന് പറഞ്ഞത്? റോഹ്താങ് പാസ് എന്ന് വെച്ചാൽ ലാഹുലിനെയും സ്പിതി വാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് പാസ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പാസസ് ആണ്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഷിംല, മണാലി. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട താഴ്വരകളാണ് കുളു വാലി, കാംഗ്ര വാലി, ലാഹുൽ വാലി തുടങ്ങിയവ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ചുടുനീരുറവകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇനി അടുത്ത ഡിവിഷനാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യത്തെ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് വരും? നമ്മുടെ കാശ്മീർ ഹിമാലയാസ് വരും. അത് കഴിഞ്ഞാൽ ഹിമാചൽ ഹിമാലയാസ് വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരാഖണ്ഡിന്റെ ഒക്കെ ഭാഗത്ത് വരുന്നതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇതെവിടെ തൊട്ടാ? സത്ലജ് നദി തൊട്ടിട്ട് കാളി നദി വരെയുള്ള ഹിമാലയത്തിന്റെ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് എന്തൊക്കെയാണ്? നന്ദാദേവി, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ കൊടുമുടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഗംഗോത്രി ഗ്ലേഷ്യറും യമുനോത്രി ഗ്ലേഷ്യറും അതുപോലെ തന്നെ നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ താഴ്വരകളെ പറ്റി, ഡൂൺസിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇത്തരത്തിലുള്ള ഡൂൺസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. പ്രധാനപ്പെട്ട ഡൂൺസ് ഏതൊക്കെയാണ്? ഡെറാഡൂൺ ഒക്കെ പ്രധാനപ്പെട്ട ഡൂൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേം ആണ് ബുഗ്യൽസ് എന്ന് പറയുന്നത്. ബുഗ്യൽസ് എന്ന് വെച്ചാൽ എന്താണ്? ബുഗ്യൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല തരത്തിലുള്ള ബുഗ്യൽസ് ഉണ്ട്. ദയാര ബുഗ്യാലുകളുണ്ട്, ഗോർസോൺ ബുഗ്യലുകളുണ്ട്. അപ്പൊ നോക്കിക്കേ, ബുഗ്യാൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഹിമാലയത്തിന്റെ ഏകദേശം 3000 മീറ്റർ തൊട്ടിട്ട് 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ, ഇവിടെ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യലുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബുഗ്യലുകൾ എവിടെ കാണപ്പെടുന്നതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ബുഗ്യലുകൾ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഇടയന്മാര്, ആടുകളെ മേയ്ക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുമെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഇടയന്മാരുടെ ട്രാൻസ് ഹ്യൂമൻസ്, അതായത് ഇവിടെ ട്രാൻസ് ഹ്യൂമൻസ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിനെ. ഓക്കെ, അതായത് കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി അടുത്തതാണ് നിങ്ങൾ പഠിക്കുന്നത് മധ്യ ഹിമാലയം. അതെന്ന് വെച്ചാൽ കാളി നദി തൊട്ട് ടീസ്ത നദി വരെയാണ്. അതായത് ഞാൻ ഈ നദികൾ ബേസിസിലുള്ള ഡിവിഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേ. കാളി നദി തൊട്ട് ടീസ്ത നദി വരെയുള്ള ഹിമാലയത്തിന്റെ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മുടെ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഭാഗത്താണ് മൗണ്ട് എവറസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ പോലുള്ള പർവ്വതനിരകൾ കാണാം. ഇവിടെ കാണുന്ന പാസ് ആണ് നാഥുല പാസ് എന്ന് പറയുന്നത് കേട്ടോ. നാഥുല പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ കിഴക്കൻ ഹിമാലയാസ് ആണ്. കിഴക്കൻ ഹിമാലയാസ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയ. തീസ്ത നദി തൊട്ടിട്ട് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികള് ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയ നദികളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പാസസ് നോക്കിക്കേ. ബോണ്ടില പാസ്, ദിഫു പാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് കേബുൾ ലംജാവോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കേബുൾ ലംജാവോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മണിപ്പൂരിലാണ് കേബുൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതായത് മണിപ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമാണ് ലോക്തക് ലേക്ക് എന്ന് പറയുന്നത്. ഈ ലോക്തക് ലേക്കിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് കേബുൾ ലംജാവോ നാഷണൽ പാർക്ക്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്. ഓക്കെ, ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് ഇതെന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് കേബുൾ ലംജാവോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതും കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, അതും കൂടി ഇവിടെ കാണപ്പെടുന്ന ഒരു ആനിമൽ ആണ് സാങ്കായി ഡീർ. ഓക്കെ, സാങ്കായി ഡീർ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് റിവർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് വരയ്ക്കുന്നത്. ഇന്ത്യനെ വരയ്ക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ ഇൻഡസ് റിവർ തൊട്ടിട്ട് സിന്ധു നദി തൊട്ടിട്ട് സത്ലജ് നദി വരെ, ഞാൻ ഇവിടെ ഏകദേശം ഒരു രൂപമാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇൻഡസ് റിവർ തൊട്ടിട്ട് സത്ലജ് നദി വരെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ഹിമാലയാസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പഞ്ചാബ് ഹിമാലയാസ്. ഓക്കെ, പഞ്ചാബ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഇനി സത്ലജ് നദി തൊട്ടിട്ട് കാളി നദി വരെ. ഓക്കെ, സത്ലജ് നദി തൊട്ടിട്ട് കാളി, ഇത് റിവർ കാളിയാണെന്ന് വിചാരിക്കുക. സത്ലജ് നദി തൊട്ടിട്ട് കാളി നദി വരെ കിടക്കുന്ന ഈ ഭാഗത്തിന്, ഈ ഹിമാലയത്തിന്റെ ഈ ഭാഗത്തിന്, അതായത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? കുമയൂൺ ഹിമാലയാസ് എന്ന് വിളിക്കും. ഓക്കെ, കുമയൂൺ ഹിമാലയാസ്. അടുത്തത് കാളി നദി തൊട്ടിട്ട് തീസ്ത നദി വരെ. കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിൽ കിടക്കുന്ന ഹിമാലയാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നേപ്പാൾ ഹിമാലയാസ്. ഓക്കെ, അപ്പൊ പഞ്ചാബ് ഹിമാലയാസ്, കുമയൂൺ ഹിമാലയാസ്, നേപ്പാൾ ഹിമാലയാസ്. ഇനി തീസ്ത നദിക്കും ഇൻഡസ് ടു സത്ലജ്, സത്ലജ് ടു കാളി, കാളി ടു തീസ്ത, തീസ്ത ടു ദിഹാങ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കും. തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിൽ കിടക്കുന്ന ഭാഗത്തിന് നമുക്ക് എന്ന് വിളിക്കാം? ആസം ഹിമാലയാസ് എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും നദികളുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇങ്ങനെയും എന്ത് ചെയ്യാം? ഇങ്ങനെയും ഹിമാലയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻസും ഹിമാലയ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ നാളെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഏത് ടോപ്പിക്ക് വേണമെന്നും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടും അറിയിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. താങ്ക് യു.